നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാവങ്ങൾക്ക് വേണ്ടി പട നയിക്കാൻ സമ്പന്നതയുടെ മട്ടുപാവിൽ നിന്നും ഇറങ്ങി വന്ന നേതാവാണ് K. മാധവേട്ടനെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. വരും തലമുറയ്ക്ക് പഠിക്കാൻ വലിയ പാഠം ജീവിതം കൊണ്ട് എഴുതിവെച്ച വിപ്ലവകാരി കൂടിയായിരുന്നു മാധവേട്ടനെന്നും ചന്ദ്രശേഖരൻ. മഞ്ചേശ്വരം കടമ്പാറിലെ കത്തികാട്ടി കവർച്ച, പ്രതികളായ 3 പേർ പിടിയിൽ. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കുന്നവരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി. സമിതിയുടെ ജില്ലാ സമ്മേളനത്തിന് കാലിക്കടവിൽ സമാപനം. TTEയുടെ പരാക്രമം അംഗപരിമിതയോട്. അങ്കണവാടി ജീവനക്കാരെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതായി പരാതി. അനധികൃത മദ്യവിൽപ്പന ജില്ലയിൽ സജീവം. വിൽപ്പനയ്ക്കെത്തുന്നതിൽ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്. മഞ്ചേശ്വരത്ത് വീണ്ടും അനധികൃത മണൽക്കടത്ത്. പോലീസ് പിടിച്ചെടുത്തത് 5 മണൽ ലോറികൾ. വാർത്തയിൽ വിശദമായി. ചരിത്രം ബാക്കിയാക്കി കടന്നുപോയ മഹാനാണ് K. മാധവനെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. K. മാധവേട്ടന്റെ ജീവിതവും ചരിത്രവും കുട്ടികൾക്കും ഈ തലമുറക്കുമുള്ള പാഠപുസ്തകമാണെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ P. കരുണാകരൻ MP, KP സതീശചന്ദ്രൻ, KP കുഞ്ഞിക്കണ്ണൻ, പന്ന്യൻ രവീന്ദ്രൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, V. കമ്മാരൻ, അഡ്വക്കേറ്റ് MC ജോസ്, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, ADM-K അംബുജാക്ഷൻ, കൈപ്രത് കൃഷ്ണൻ നമ്പ്യാർ, കരുവള്ളൂർ വിജയൻ, AV രാമകൃഷ്ണൻ, P. മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് CB ദാമോദരൻ, PP രാജു, ഡോക്ടർ C. ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരം കടമ്പാർ സ്വദേശിയായ രവീന്ദ്ര ഷെട്ടിയെയും ഭാര്യയെയും കത്തികാട്ടി സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 9 പുലർച്ചെയായിരുന്നു കവർച്ച നടത്തിയത്. ഈ മാസം 9 പുലർച്ചെയാണ് മഞ്ചേശ്വരത്തെ രവീന്ദ്രനാഥ ഷെട്ടിയുടെ വീട്ടിൽ മുഖംമൂടി സംഘം കവർച്ച നടത്തിയത്. വീടിന്റെ മുൻഭാഗത്തെ താഴ് പൊളിച്ച് അകത്ത് കടന്ന സംഘം രവീന്ദ്രനാഥ ഷെട്ടിയെയും ഭാര്യയെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയാണ് കാറും ആഭരണങ്ങളും കവർന്നത്. നിരവധി കേസുകളിൽ പ്രതിയായ സംഘമാണ് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. തലപ്പാടി സ്വദേശികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അറസ്റ്റ് നാളെ മാത്രമേ രേഖപ്പെടുത്തൂ. തെളിയിക്കപ്പെടാത്ത മറ്റു കവർച്ചാ കേസുകളിലും പ്രതികളാണ് പിടിയിലായവരെന്ന് സൂചന. തെളിവെടുപ്പ് നടത്താനുള്ളതിനാൽ പ്രതികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കവർച്ച നടന്ന വീടിനെക്കുറിച്ച് കൃത്യമായ ഗൃഹപാഠം നടത്തിയ ശേഷമാണ് സംഘം മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവിടെ നിന്നും കവർന്ന കാറുമായാണ് മോഷണ സംഘം സ്ഥലം വിട്ടിരുന്നത്. പിന്നീട് കാർ ഉപേക്ഷിച്ച നിലയിൽ കർണാടക പനമ്പൂർ ബീച്ചിന് സമീപത്തു നിന്നും കണ്ടെത്തിയിരുന്നു. ദേശീയപാത വികസനത്തിനായി കുടിയൊഴിപ്പിക്കുന്ന വ്യാപാരികളുടെ സുരക്ഷിതത്വവും പുനരധിവാസവും ഉറപ്പുവരുത്തണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമിതിയുടെ ജില്ലാ സമ്മേളനം കാലിക്കടവിൽ സമാപിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ശക്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച ഉജ്ജ്വല വ്യാപാരി പ്രകടനം നടന്നു. പടുവളം കേന്ദ്രീകരിച്ചായിരുന്നു പ്രകടനം പുറപ്പെട്ടത്. PK ഗോപാലൻ, രാഘവൻ വെളുത്തോളി, T. സത്യൻ, KN പ്രഭാകരൻ, K. മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനത്തിനു ശേഷം നടന്ന പൊതുയോഗം ONV കുറുപ്പ് നഗറിൽ മുൻ MLA MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ അനുഭവം അതാണ് തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം കോൺഗ്രസ് ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും ഒരേ നയം സ്വീകരിച്ചത്. ഇടതുപക്ഷം മാത്രമാണ് ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള നയത്തിനെതിരായി ഉറച്ച നിലപാട് സ്വീകരിച്ചത്. ഒന്നാം UPA ഗവൺമെന്റിനെ 2008 വരെ പിന്തുണക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നു. അത് നിരുപാധിക പിന്തുണയായിരുന്നില്ല, സ്വാഭാവിക പിന്തുണയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഈ നയം നടപ്പാക്കാൻ ഇടതുപക്ഷം അനുവദിച്ചില്ല. രണ്ടാം UPA ഗവൺമെന്റ്
ഇടതുപക്ഷ പിന്തുണയില്ലാതെ അധികാരത്തിലിരുന്ന ഘട്ടത്തിലാണ് ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാം എന്ന തീരുമാനം കൈക്കൊള്ളുന്നത്. ആ തീരുമാനം വന്നപ്പോൾ BJP പ്രതിപക്ഷത്തിരുന്ന് ഇടതുപക്ഷത്തോടൊപ്പം പറഞ്ഞു ഈ നയം തെറ്റാണ്. BJP അധികാരത്തിൽ വന്നപ്പോൾ നയം മാറ്റി, ജനത്തെ മറന്നു, കച്ചവടക്കാരെ മറന്നു, അവർ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നവരായി മാറി. TK ഗോപാലൻ അധ്യക്ഷനായിരുന്നു. TV ഗോവിന്ദൻ, MM ലെനിൻ, P ദാമോദരൻ, E രാഘവൻ എന്നിവർ സംസാരിച്ചു. അംഗനവാടി ജീവനക്കാരെ TTE ട്രെയിനിൽ നിന്നും ഇറക്കിവിട്ടു. അംഗപരിമിതയായ ജീവനക്കാരിയെ തള്ളിയിട്ടതായും പരാതി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. അംഗപരിമിതിയായ അംഗൻവാടി ജീവനക്കാരിയെ TTR ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതായി പരാതി. കണ്ണൂർ പിണറായി റണ്ടൂട്ടായി അംഗൻവാടി ഹെൽപ്പർ C രജിതയാണ് ചെറുവത്തൂർ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകിയത്. നീലേശ്വരത്ത് 5 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു രജിത ഉൾപ്പെടെയുള്ള 15-അംഗ സംഘം. തലശ്ശേരിയിലേക്കുള്ള ടിക്കറ്റ് എടുത്ത എല്ലാവരും നീലേശ്വരം സ്റ്റേഷനിൽ നിന്നാണ് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ കയറിയത്. കോച്ചുകൾ തിരിച്ചറിയാനാവാത്തതിനാൽ ഇവർ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറുകയായിരുന്നു. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോഴേക്കും TTR എത്തി. അറിവില്ലായ്മ കൊണ്ട് കയറിയതാണെന്നും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിക്കൊള്ളാമെന്നും ഇവർ പറഞ്ഞു. എന്നാൽ TTR മോശമായ രീതിയിൽ സംസാരിച്ചുവത്രേ. ചെറുവത്തൂർ സ്റ്റേഷനിൽ വണ്ടി എത്തിയപ്പോൾ ഇദ്ദേഹം എല്ലാവരോടും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ബാഗുകളും മറ്റുമായി 14 പേർ ഇറങ്ങുമ്പോഴേക്കും വണ്ടി പുറപ്പെടാൻ ഒരുങ്ങിയിരുന്നു. അവസാനമായി ഇറങ്ങാനുണ്ടായിരുന്നത് ശാരീരിക വിഷമതയുള്ള രജിത മാത്രമായിരുന്നു. ഇവരുടെ വിഷമതകൾ മറ്റു സ്ത്രീകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും TTR പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിടുകയായിരുന്നു അത്രേ. ചിലർ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇനി ഈ ട്രെയിനിൽ കയറരുതെന്ന് TTR പറഞ്ഞതായും ഇവർ പറഞ്ഞു. വണ്ടിയിൽ കയറിയപ്പോൾ അവർ TTR പറഞ്ഞു നിങ്ങളെ കമ്പാർട്ട്മെൻറ്റ് ഇതല്ല, പിന്നെ നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറേണ്ടത്, പിന്നെ അപ്പോൾ ഇവിടെ ഇറങ്ങണം അല്ലെങ്കിൽ വലിയ പൈസ തരണം. അപ്പോൾ എല്ലാവരും ഓരോരോ ഭാഗങ്ങളിലായിരുന്നു ഇരുന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും പൈസ മേടിക്കണമെങ്കിൽ 1000-ലും മേലെ പൈസ തരണം എന്ന് അയാൾ പറയുകയും ചെയ്തു. ഇപ്പം തന്നെ 1500. അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ ഇറങ്ങണം. എന്നിട്ട് പിന്നെയും പറഞ്ഞു നിങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഒരു 2-3 കിലോമീറ്ററോളം എന്നും എല്ലാം കൂടി പിന്നെ നമ്മൾ ചെറുവത്തൂർ വണ്ടിയിൽ ആയിട്ട് പിന്നെ നമ്മൾ ഒപ്പരം പാനൂരുള്ള അവരുണ്ട്. അവരെന്തായെന്നറിയില്ല. അതിൽ 2 ആൾ ഇറങ്ങി, ഇനി 2-3 ആൾ വണ്ടിയിലുള്ള അവർ ഇറങ്ങിനോ ഇല്ലയോ ബാക്കിയുള്ളതൊന്നും അറിയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ പരിചിതമല്ലാത്ത സ്റ്റേഷനിൽ ഇറങ്ങിയ അംഗൻവാടി ജീവനക്കാർ പൊട്ടിക്കരഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എത്തിയ ശേഷം പ്രശ്നം P കരുണാകരൻ MP ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മണിക്കൂറുകൾക്ക് ശേഷം മാവേലി എക്സ്പ്രസിലാണ് ഇവർ യാത്ര തുറന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജില്ലയിൽ അനധികൃത മദ്യവിൽപ്പന സജീവമാകുന്നതായി പരാതി. വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതിൽ ഏറെയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യം. കർണാടകത്തിനു പുറമെ മാഹിയിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് വിദേശ മദ്യം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത്. ഇതിനു പിന്നിൽ വൻ ലോബികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മാഹിയിലെയും ഗോവയിലെയും മദ്യത്തിന്റെ വില കേരളത്തിലെ മദ്യത്തിന്റെ തട്ടിച്ചു നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് നിലനിൽക്കുന്നത്. പല മദ്യങ്ങളുടെ വിലയും കേരളത്തിലെ വിലയുടെ നേർപകുതിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നിന്നും വൻതോതിലാണ് ജില്ലയിലേക്ക് മദ്യം എത്തിക്കുന്നത്. മദ്യക്കടത്തിനിടെ അപൂർവം ചിലർ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച കാസർഗോഡ് ടൗൺ സ്റ്റേഷൻ പരിധിയിൽ നിന്നു മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യമാണ് പിടികൂടിയത്. നെല്ലിക്കുന്ന് ശാരദാംബ ക്ഷേത്ര റോഡിൽ വാഹനം ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അന്ന് പിടിച്ചെടുത്ത മദ്യങ്ങൾ എല്ലാം തന്നെ ഗോവൻ നിർമ്മിത മദ്യമാണെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ മാന്യയിൽ വെച്ചും കാറിൽ കൊണ്ടുപോവുകയായിരുന്ന ചാരായം പിടികൂടിയിരുന്നു. ഇവ ജില്ലയിൽ വെച്ച് തന്നെ നിർമ്മിച്ചതാകാനാണ് സാധ്യത. സീതാങ്കോളി, മുള്ളേരിയ, അടുക്കത്തുവയൽ എന്നിവിടങ്ങളിലൊക്കെ വ്യാജമദ്യം യഥേഷ്ടം ലഭ്യമാകുന്നുണ്ട്. ഉത്സവ സീസൺ ആകുന്നതോടെയാണ് മദ്യക്കടത്ത് വർദ്ധിക്കുന്നത്. വളരെ തുച്ഛമായ വിലയ്ക്ക് മാഹിയിൽ നിന്നും ഗോവയിൽ നിന്നും മദ്യം എത്തിച്ച് ഈ റാക്കറ്റുകൾ കൊയ്യുന്നത് ലക്ഷങ്ങളാണ്. എക്സൈസും പോലീസും പരിശോധനയ്ക്കെത്തിയാൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്. റെയ്ഡ് വിവരം ഇവരെ അറിയിക്കുവാൻ ഈ വകുപ്പുകളിലും ആളുകളുണ്ടെന്നാണ് ഇത്തരം സംഭവങ്ങളിൽ വ്യക്തമാകുന്നത്. അനധികൃതമായി കടത്തുകയായിരുന്ന 5 ലോറി മണൽ മഞ്ചേശ്വരം പോലീസ് പിടിച്ചെടുത്തു. കർണാടകയിൽ നിന്നും കാസർകോട്ടേക്ക് കടത്തുകയായിരുന്ന മണലാണ് പിടിച്ചെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ മഞ്ചേശ്വരം SI P പ്രമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് അനധികൃതമായി കടത്തുകയായിരുന്ന മണൽ ലോറികൾ പിടിച്ചെടുത്തത്. ലോറിയിലുണ്ടായിരുന്ന 3 പേരെ മാത്രമേ പിടികൂടാനായുള്ളൂ. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. കർണാടകത്തിൽ നിന്നും കാസർഗോഡേക്ക് കടത്തുകയായിരുന്ന 5 ലോറി മണലാണ് മഞ്ചേശ്വരം പോലീസ് പിടിച്ചെടുത്തത്. വർക്കാടി, കടമ്പാർ ഭാഗങ്ങളിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്.
പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശി ശശി, പുത്തൂർ ഉപ്പിനങ്ങാടിയിലെ BH സക്കറിയ, തിരുപ്പുറം കുളങ്കരയിലെ P സജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഓടി രക്ഷപ്പെട്ട പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അടുത്ത കാലത്തായി വ്യാപക മണൽകടത്ത് അനധികൃതമായി നടക്കുന്നുണ്ടെങ്കിലും ഇവരെ കണ്ടെത്താനോ അർഹമായ ശിക്ഷ നൽകാനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന പരാതി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ 5 ടോറസ് ലോറി മണൽ പിടിച്ചെടുത്തത്. വ്യാജ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് കേസിലെ പ്രതികളെ കാസർകോട്ട് എത്തിച്ചു. എറണാകുളം ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്നു ഈ പ്രതികൾ. കാസർകോട് CJM കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇവരെ കാസർകോട്ട് എത്തിച്ചത്. കർണാടക പാണമംഗളൂരുവിലെ ഇർഫാൻ ഇബ്രാഹിം, കാസർകോട് പാറക്കട്ട ക്രോസ് റോഡിലെ നൂറ് മുഹമ്മദ്, അജ്മൽ റോഷൻ എന്നിവരെയാണ് CJM കോടതി നിർദ്ദേശപ്രകാരം കാസർകോട്ട് എത്തിച്ചത്. 2016 ജൂലൈ 10 ചൗക്കി പെട്രോൾ പമ്പിൽ കാറും ബൈക്കുമായി എത്തിയ സംഘം വ്യാജ ക്രെഡിറ്റ് കാർഡ് കാണിച്ച് പെട്രോൾ അടിക്കുകയും 10,000 രൂപ തട്ടിപ്പാക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനിടയിലാണ് 3 പ്രതികളും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് എറണാകുളത്ത് അറസ്റ്റിലാവുന്നത്. 3 പ്രതികളും എറണാകുളം ജയിലിൽ കഴിയുകയായിരുന്നു. ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഒക്ടോബർ 1 തുടക്കമാവും. ഒക്ടോബർ 1 മുതൽ 11 വരെ നടക്കുന്ന മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഒക്ടോബർ 1-ാം തീയതി രാവിലെ 6 മണിക്ക് വിളക്ക് വെക്കലോടെ നവരാത്രി ഉത്സവത്തിന് തുടക്കമാവും. എല്ലാ ദിവസവും രാവിലെ 6:30 ഉഷപൂജ, 12:30 മഹാപൂജ, 1 മണിക്ക് അന്നദാനം, രാത്രി 7:30 നവരാത്രി വിശേഷാൽ പൂജ എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ നമ്മുടെ ഈ അടുക്കത്ത് ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ 1 മുതൽ 11 വരെ നടക്കുകയാണ്. 1/10/2010 രാവിലെ 6 മണിക്ക് വിളക്ക് വെക്കൽ, എല്ലാ ദിവസവും രാവിലെ 6:30 ഉഷാപൂജ, 12:30 മഹാപൂജ, 1 മണിക്ക് അന്നദാനം, രാത്രി 7:30 നവരാത്രി വിശേഷാൽ പൂജ. 2/10/2010 രാവിലെ 10 മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം, വൈകുന്നേരം 5 മണിക്ക് സർവീശ്വര വിളക്ക് പൂജയും ബ്രഹ്മശ്രീ നാരായണമൂർത്തി ഗുരുപുരത്തിൻ്റെ കാർമ്മികത്വം നടത്തപ്പെടുന്നതാണ്. 8/10/2010 രാത്രി 7 മണിക്ക് ഭജന ശ്രീവർത്തേകർ ഭഗവതി ക്ഷേത്രം മുന്നാട്. 10/10/2014 രാവിലെ 6 മണിക്കുള്ള വാഹന പൂജ. 11/10 രാവിലെ 7 മണി മുതൽ വിദ്യാരംഭം. 10 മണിക്ക് ഗാനാമൃതം ഗോപിമാടനോട് നടത്തപ്പെടുന്നതാണ്. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും വിവിധ പരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ VK കരുണാകരൻ നായർ, P കുഞ്ഞമ്പു നായർ, സന്ദീപ് നന്ദികേഷ്, K തമ്പാൻ, C ദാമോദരൻ നായർ, K കരുണാകരൻ, VK പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CETU ജില്ലാ സമ്മേളനം സമാപിച്ചു. ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കണമെന്ന് ചെറുവത്തൂരിൽ സമാപിച്ച ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്ന ഒരു സൂചനയും ഈ മേഖലയില്ല. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടതുണ്ട്. ഗ്രേഡ് പ്രൊമോഷന്റെ പ്രശ്നം നമ്മുടെ മേഖലയിലുണ്ട്. അതുപോലെ തന്നെ കഴിവുള്ളവർ കാര്യക്കാരൻ എന്നതുപോലെ ചില പ്രത്യേക വിഭാഗങ്ങളെല്ലാം നടത്തുന്ന ക്ഷേത്രങ്ങളെല്ലാം നല്ല ആനുകൂല്യ കാര്യങ്ങളെല്ലാം ഉണ്ട്. ദുർബലമായ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ജോലി പോലെ തന്നെയാണ്, പക്ഷെ ചെയ്യുന്ന ജോലിക്ക് ന്യായമായ വേതനം. കൗവൽ AUP സ്കൂളിലെ ദക്ഷിണാമൂർത്തി നഗറിൽ മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CETUവിൻ്റെ ജില്ലാ സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. AK ബാലൻ, സുകുമാരൻ മാസ്റ്റർ, രവീന്ദ്രൻ, U തമ്പാൻ നായർ, P കമലാക്ഷൻ, T സത്യനാരായണൻ, V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രങ്ങളിൽ നടന്ന അനീതിക്കെതിരെ സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന സമരങ്ങൾക്ക് വരും നാളുകളിലും എല്ലാ വർഗ ബഹുജന സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് സമ്മേളനം അഭ്യർത്ഥിച്ചു. കേരള ഇലക്ട്രിക്കൽ എംപ്ലോയീസ് ഫെഡറേഷൻ നേതാവായിരുന്ന AS റാവുത്തർ അനുസ്മരണം സംഘടിപ്പിച്ചു. എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി INTUC പ്രവർത്തകർ രക്തദാനം നടത്തി. INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന MS റാവുത്തറിന്റെ 3ാം ചരമവാർഷിക ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലെത്തി രക്തദാനം നൽകി. തുടർച്ചയായി 3ാം വർഷമാണ് INTUC പ്രവർത്തകർ രക്തദാനത്തിൽ ഏർപ്പെടുന്നത്. രക്തദാന ക്യാമ്പും അനുസ്മരണ യോഗവും കാഞ്ഞങ്ങാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്, പക്ഷേ നമുക്കൊക്കെ ഒന്നിക്കാൻ അല്ലെങ്കിൽ ഒരു ഐക്യം അല്ലെങ്കിൽ ഒരേ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഒരു കളറിൽ ഒരു നിറത്തിൽ നമ്മളെല്ലാവരും ഒന്നിക്കുന്നത് അല്ലെങ്കിൽ ഒന്നെന്ന് പറയാൻ പറ്റുന്നത് വ്യക്തമാണ്.
നമ്മുടെ എല്ലാവരുടെ രക്തത്തിന് ചുവന്ന കളറാണ്. അതിൽ മറ്റ് വർണ്ണ ഇതൊന്നും അതിനകത്ത് ഇതാവില്ല. നമ്മുടെ ഏത് ഗ്രൂപ്പിൽ പെട്ടാലും നമ്മുടെ രക്തത്തിന് ഒരു നിറമാണ്. അപ്പോൾ മനുഷ്യന് ഒന്നിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്നിക്കാൻ വേണ്ടുന്ന ഏറ്റവും നല്ലൊരു അങ്ങനെയാണ് രക്തദാനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവദാനം, മഹാദാനമാണ്, ജീവദാനമാണ്. അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ അധ്യക്ഷനായി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാനന്ദൻ മുഖ്യാതിഥിയായി. എ ഷാഹുൽ ഹമീദ്, മഹേഷ് കരിമ്പിൽ, ബിനോ വർഗീസ്, രാഘവൻ കുളങ്ങര, പി ജയചന്ദ്രൻ, പി വി ചന്ദ്രശേഖരൻ, കെ വി ഗോപകുമാർ, കെ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം കാസർഗോഡ് ഏരിയ സമ്മേളനം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ഉളിയത്തടുക്കയിൽ നടന്ന പൊതുസമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MV കോമൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. UPA ഗവൺമെന്റിന്റെ കൊള്ളരായ്മകളെ കുറിച്ചെല്ലാം വലിയ തോതിൽ രാജ്യവ്യാപകമായി പ്രചരണം നടത്തുന്നതിന് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ BJPയും കൈമൈ മറന്ന് പ്രചരണം നടത്തിയതല്ലേ? അന്ന് BJP എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് രാജ്യത്തിലെ സാധാരണ ജനങ്ങൾക്ക് സഹായകരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് രാജ്യത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കോൺഗ്രസിന്റെ UPA ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിലെ സാധാരണ കൃഷിക്കാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം അവരുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലൂടെ ഈ രാജ്യത്തിലെ വോട്ടർമാരുടെ മുമ്പിൽ വെച്ചു. ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കളരി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ, CPM ഏരിയ സെക്രട്ടറി KV മുഹമ്മദ് ഹനീഫ, MK രവീന്ദ്രൻ, K പ്രഭാകരൻ മാസ്റ്റർ, ഏരിയ സെക്രട്ടറി K ഭുജംഗ ഷെട്ടി എന്നിവർ പ്രസംഗിച്ചു. സമാപന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ കരാട്ടെ ഡോ അസോസിയേഷൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഓൾ ഇന്ത്യ കരാട്ടെ ഫെഡറേഷന്റെ കീഴിലുള്ള കാസർഗോഡ് ഡിസ്ട്രിക്ട് കരാട്ടെ ഡോ അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. കത്ത, കുമിത്ത വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരങ്ങൾ നടന്നത്. കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ കായിക രംഗത്ത് നല്ല സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല. അടുത്ത കാലങ്ങളായി സ്പോർട്സ് കൗൺസിലിൻ്റെ എല്ലാം അംഗീകാരം നേടിക്കൊണ്ട് ഇനി അങ്ങോട്ട് ചിലപ്പോൾ മറ്റ് കായിക വിനോദം പോലെ തന്നെ സർക്കാർ സർവീസിലടക്കം ജോലിയും അതുപോലെ തന്നെ പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ഈ മേഖലയിലെ കായിക താരങ്ങൾ. ക്യോഷി രത്നപാല മുഖ്യപ്രഭാഷണം നടത്തി. വിജയികൾക്ക് കാഞ്ഞങ്ങാട് DSP ദാമോദരൻ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും കൈമാറി. ചടങ്ങിൽ ഹംസ അബ്ദുള്ള അധ്യക്ഷനായി. സെൻസായിമാരായ വിജയനം, ഡൊമിനിക് ജോസഫ്, ഫാദർ ജെയിംസ് മൊറായിസ്, കുഞ്ഞു മുഹമ്മദ്, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം അഴിത്തലയിലെ തീരദേശ പോലീസ് സ്റ്റേഷൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ സാധ്യത ഏറി. സ്റ്റേഷനിലേക്കുള്ള റോഡ് നിർമ്മാണം നടന്നു. കോസ്റ്റ് ഗാർഡ് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് റോഡ് നിർമ്മിച്ചത്. തീരദേശ സംരക്ഷണത്തിനായി ജില്ലയിൽ 2 തീരദേശ പോലീസ് സ്റ്റേഷനുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാണ് അഴിത്തലയിലെ തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ. അഴിത്തലയിൽ 2 വർഷം മുൻപാണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചത്. ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയ സ്റ്റേഷൻ ഇതുവരെയും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാന കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് റോഡ് നിർമ്മിച്ചിട്ടില്ല എന്നാണ്. പതിവായി അപകടം നടക്കുന്ന അഴിത്തലയിൽ തീരസുരക്ഷയ്ക്കായി കോസ്റ്റൽ സൗകര്യം ഇല്ല എന്നത് നാട്ടുകാർക്കും ദുരിതമായിരുന്നു. നാട്ടുകാരുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കാനാണ് റോഡ് നിർമ്മാണം കോസ്റ്റൽ പോലീസ് തന്നെ ഏറ്റെടുത്തത്. കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ PK സുധാകരൻ നഗരസഭയെ സമീപിച്ചാണ് റോഡ് നിർമ്മാണം അംഗീകരിച്ചത്. തുടർന്ന് 25ഓളം കോസ്റ്റൽ പോലീസിന്റെയും അഴിത്തല ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെയും സഹായത്തോടെ റോഡ് പണി ആരംഭിച്ചു. റോഡിന്റെ തടസ്സമാണ് അത് ഉദ്ഘാടനത്തിൻ്റെ വയ്യാൻ്റെ മെയിൻ കാരണം. ഇപ്പം നീലേശ്വരം മുനിസിപ്പാലിറ്റിയും നാട്ടുകാരും എല്ലാം എത്തിയിട്ട് സ്പെഷ്യൽ
ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെറിയ റോഡ് ആക്കുന്നത്. ഇതിപ്പം ഏറ്റവും കൂടുതൽ റോഡ് ഉണ്ടാക്കാൻ വന്ന തീരദേശ പോലീസുകാരാണ്. CIയുടെ നേതൃത്വത്തിൽ 10-20-30 പോലീസുകാരുണ്ട്. അവരാണ് ഇതിന് പണിയെടുക്കുന്നത്. 250 മീറ്റർ ദൂരമുള്ള റോഡ് 3 ദിവസം കൊണ്ടാണ് പൂർത്തിയായത്. അടുത്ത ദിവസം തന്നെ റോഡ് ഗതാഗതയോഗ്യമാകും. റോഡ് നിർമ്മാണം അഴിത്തലിലെ ടൂറിസം വികസനത്തിന് നല്ലൊരു വഴിത്തിരിവിലേക്ക് നയിക്കും. ടൂറിസം വികസനത്തിനായി 25 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അഴിത്തല ടൂറിസം വില്ലേജ് ആകുന്നതോടെ നഗരസഭയിൽ വികസന സാധ്യതകളാണ് തുറക്കുന്നത്. കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന് സമാപനമായി. എല്ലാ നെൽവയലുകളും കൃഷിയോഗ്യമാക്കി നെൽകൃഷി സംരക്ഷിക്കണമെന്ന് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് P. ജനാർദ്ദനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ സംഘടനയ്ക്ക് രൂപം നൽകുന്നതിന് മുമ്പ് വളരെ മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് കർഷക പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിലും കർഷക സമരങ്ങൾ അലയടിച്ച് ഉയർന്നിരുന്നു എന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്ന നല്ല ഭാഗമാണ്. എങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നു, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ഭരണം തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ 1793 അവർ കൊണ്ടുവന്ന പ്രത്യേകമായിട്ടുള്ള A. അപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. TV കുഞ്ഞികൃഷ്ണൻ, NV പ്രകാശൻ, PV ചന്ദ്രൻ, MV കോമൻ നമ്പ്യാർ, E. കുഞ്ഞിരാമൻ, A. കൃഷ്ണൻ, KV ജനാർദ്ദനൻ, AV ദാമോദരൻ, EK മല്ലിക എന്നിവർ സംസാരിച്ചു. MP കരുണാകരൻ സ്വാഗതം പറഞ്ഞു. A. അപ്പുകുട്ടൻ പ്രസിഡന്റും TV കുഞ്ഞികൃഷ്ണൻ സെക്രട്ടറിയുമായി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അരിക്കായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിന് പരിഹാരമായി കേരളത്തിലെ എല്ലാ നെൽവയലുകളും കൃഷിയോഗ്യമാക്കി നെൽകൃഷി സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാവങ്ങൾക്ക് വേണ്ടി പട നയിക്കാൻ സമ്പന്നതയുടെ മട്ടുപാവിൽ നിന്നും ഇറങ്ങി വന്ന നേതാവാണ് K. മാധവേട്ടനെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. വരും തലമുറയ്ക്ക് പഠിക്കാൻ വലിയ പാഠം ജീവിതം കൊണ്ട് എഴുതിവെച്ച വിപ്ലവകാരി കൂടിയായിരുന്നു മാധവേട്ടനെന്നും ചന്ദ്രശേഖരൻ. മഞ്ചേശ്വരം കടമ്പാറിലെ കത്തികാട്ടി കവർച്ച, പ്രതികളായ 3 പേർ പിടിയിൽ. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കുന്നവരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി. സമിതിയുടെ ജില്ലാ സമ്മേളനത്തിന് കാലിക്കടവിൽ സമാപനം. TTEയുടെ പരാക്രമം അംഗപരിമിതയോട്. അങ്കണവാടി ജീവനക്കാരെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതായി പരാതി. അനധികൃത മദ്യവിൽപ്പന ജില്ലയിൽ സജീവം. വിൽപ്പനയ്ക്കെത്തുന്നതിൽ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്. മഞ്ചേശ്വരത്ത് വീണ്ടും അനധികൃത മണൽക്കടത്ത്. പോലീസ് പിടിച്ചെടുത്തത് 5 മണൽ ലോറികൾ. ഇതോടെ ഇന്നത്തെ KCM മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCM മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasaragod.com.